തിരൂരിൽ ഡെപ്യൂട്ടി തഹസിൽദാർ PB ചാലിബിനെ കാണാതായ കേസിൽ വഴിത്തിരിവ്. ഡെപ്യൂട്ടി തഹസിൽദാർ നാടുവിട്ടത് ബ്ലാക്ക്മെയിലിംഗ് കാരണമാണ്. പോക്സോ കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ തട്ടിയെടുത്തു. നാടുവിട്ടത് കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതോടെ കേസിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. മലപ്പുറം വെട്ടിച്ചിറ സ്വദേശി അജ്മൽ, രണ്ടത്താണി സ്വദേശികളായ ഫൈസൽ, ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. അഷ്കർ അലി കരിമ്പ. അഷ്കർ, നാടകീയമായ ട്വിസ്റ്റാണല്ലോ. ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. എന്താണ് അറിയാനാകുന്നത്? ആസ്പത്രി കഴിഞ്ഞ 10 ദിവസമായി നിരന്തരമായി ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടായിരുന്നു ഈ തഹസിൽദാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 18-ാം തീയതി മുതൽ ഈ 3 അംഗ സംഘം പുത്രത്താണി സ്വദേശികളായ ഫൈസലും ഷഫീഖും അതുപോലെ തന്നെ വെട്ടച്ചോറ സ്വദേശിയായിട്ടുള്ള അജ്മൽ, ഈ 3 പേർ ചേർന്ന് തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാറായിരുന്ന PB ചാലിബിനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അഥവാ പോക്സോ കേസിൽ ഉൾപ്പെടുത്തി കുടുംബത്തെ നശിപ്പിക്കും, തഹസിൽദാറിനെ കുടുംബത്തെയും അടക്കം നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ ഭീഷണി. ഈ ഭീഷണിക്ക് വഴങ്ങിയ തഹസിൽദാർ പലപ്പോഴായി നിരവധി തവണ പ്രതികൾക്ക് പണം കൈമാറുകയും ചെയ്തിരുന്നു. അങ്ങനെ 10,30,000 രൂപയാണ് ഈ പ്രതികൾക്ക് ഈ തഹസിൽദാർ നൽകിയിരുന്നത്. അതിനുശേഷവും പണം ആവശ്യപ്പെട്ടതോടെ നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയതോടെ താങ്കൾക്കെതിരെ പോക്സോ കേസ് നൽകുമെന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദത്തിനിടയാക്കി. ഈ സമ്മർദ്ദം താങ്ങാനാവാതെ വന്നതോടെയാണ്, നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടതോടെയാണ്, അല്ലെങ്കിൽ ഈ പോക്സോ കേസിന് ഭയപ്പെട്ടതോടെയാണ് 6-ന് വൈകുന്നേരം ഇത്തരത്തിൽ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും ഇറങ്ങിയ തിരൂർ സ്വദേശിയായിട്ടുള്ള തിരൂർ മാങ്ങാട്ട് സ്വദേശിയായിട്ടുള്ള ഡെപ്യൂട്ടി തഹസിൽദാർ PB ചാലിബ് നാട് വിടുന്നത്. പിന്നീട് കർണാടകയിലെ ഉടുപ്പിയിലും അതുപോലെ തന്നെ മംഗലാപുരത്തേക്കും ഒക്കെ പോയ തഹസിൽദാർ പിന്നീട് വലിയ തോതിൽ വാർത്തകൾ വന്ന ശേഷം കുടുംബത്തോട് ഫോൺ വിളിച്ച് സംസാരിക്കുകയും ഇന്നലെ രാത്രിയോടെ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. തിരിച്ചെത്തിയ തഹസിൽദാർ PB ചാലിബിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഈ മൊഴിയെടുക്കലൊടുവിലാണ് ഇത്തരത്തിൽ വലിയ ബ്ലാക്ക് മെയിലിംഗ് നടന്നിരുന്നു. ഈ തഹസിൽദാർ നാട് വിട്ടു പോകാൻ കാരണം തന്നെ ഈ ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ തന്നെ PB ചാലിബിന്റെ ഫോൺ കോളുകളടക്കം ശേഖരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ട്രേസ് ചെയ്തുകൊണ്ടുള്ള പരിശോധനകളും പോലീസ് നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ദുരൂഹത സംശയിക്കുകയും ചെയ്തിരുന്നതാണ്. അതിനുശേഷമാണ് ഇന്ന് മൊഴിയെടുക്കലിന് ശേഷം ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്ന പോലീസ് കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 18-ാം തീയതി ഒരു പെൺകുട്ടിയോട് PB ചാലിബ് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതികൾ ഇയാളെ ബ്ലാക്ക് മെയിലിംഗിന് വിധേയമാക്കിയിരുന്നത്. ഈ ബ്ലാക്ക് മെയിലിംഗിന് വിധേയമാക്കി 10 ലക്ഷത്തിലധികം രൂപ പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ തന്നെ മൊഴിയായി തന്നെ ഈ ചാലിബ് പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, തനിക്കെതിരെയുള്ള പോക്സോ കേസ് ആരോപണം PB ചാലിബ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതികളടക്കം മൊഴിയെടുക്കൽ പോലീസ് നടത്തിയപ്പോൾ ഇവർ 4.5 ലക്ഷം രൂപയോളം കൈപ്പറ്റിയെന്നുള്ള പ്രാഥമിക കുറ്റസമ്മതം ഈ പ്രതികൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ അജ്മലിനെയും ഫൈസലിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ ഉച്ചയോടെ തന്നെ തിരൂർ പോലീസ് ഷഫീഖിനെ, 3-ാം പ്രതിയായിട്ടുള്ള ഷഫീഖിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 3 പ്രതികളുടെയും അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വൈകാതെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. തിരൂർ സ്വദേശിയായിട്ടുള്ള മാങ്ങാട്ട് സ്വദേശിയായിട്ടുള്ള തിരൂരിലെ ഡെപ്യൂട്ടി തഹസിൽദാർ PB ചാലിബ് നാട് വിട്ടത് ഇത്തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് കാരണമാണ്. പോക്സോ കേസിൽ പെടുത്തുമെന്നും അതിൽ പ്രതിയാക്കുമെന്നും കുടുംബം നശിപ്പിക്കുമെന്നും തുടർച്ചയായ പ്രതികൾ ഭീഷണിപ്പെടുത്തി. അങ്ങനെ 8 ദിവസത്തിനിടയിലാണ് ഈ 10 ലക്ഷത്തോളം രൂപ ഈ പ്രതികൾ തഹസിൽദാറിൽ നിന്നും തട്ടിയെടുക്കുകയും ചെയ്തത്.